ഇവിടെ ആരും ഇല്ലേ? നീലുവേ, നോ വിശക്കണാ? ഒരു കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു. ലച്ചുവേ, ആ കട്ടൻ ചായ ഒന്ന് ചൂടാക്കി കൊണ്ടുപോയി ഇങ്ങോട്ട്. കൊണ്ടുവരണം. ഞാൻ കട്ടൻ ചായ കുടിച്ച ഉടനെ ഞാൻ പോവും, ഇവിടെ നിൽക്കൂല. എന്നാ എങ്ങനെ പോണ്? ബസ്സിനാണോ ട്രെയിനാണോ? അത് ഞാൻ എങ്ങനെയെങ്കിലും പോവും. ബസ്സിന് പോയാലും ശരി ട്രെയിനിന് പോയാലും ശരി തമ്പാനൂർ എത്തുമ്പോൾ പാതിരാത്രിയാവും. പിന്നെ വെളുപ്പിന് കാട്ടാക്കട വഴിയോ നെടുമങ്ങാട് വഴിയോ എന്തോ ഒരു ബസ്സുണ്ട്. എന്നാ അങ്ങനെ ആരിനടത്താം. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇരുന്നോളാം. അപ്പൊ അവിടെ ഇരിക്കും മുമ്പ് ലേറ്റ് ആവും. മാത്രമല്ല ഭയങ്കര കൊതുകാണ് അവിടെ. ഓ, കൊറേ കൊതുകടി കൊണ്ടിട്ടുള്ളവനാണ് ഞാൻ. ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അതല്ലെങ്കിലും ഉണ്ടല്ലോ. എണ്ണം പോവാണെന്ന്. ആ പോട്ട്, നമ്മളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, എന്നോടല്ല അണ്ണൻ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? സുരേന്ദ്ര, നമുക്കിന്ന് പോവാ കേട്ടാ. ഞാൻ ഇന്ന് പറഞ്ഞില്ലണ്ണ, ഞാൻ നാളെ പോണുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ പോവും? നിങ്ങളല്ലേ പറയണത് നമുക്ക് ഒറ്റയ്ക്ക് വരാനും പോവാനും അറിയാം, ആരെ സഹായം വേണ്ടാന്ന്. അങ്ങ് ഒറ്റയ്ക്ക് പോ. ഇനി ഇവിടെ വരാൻ വേണ്ടിട്ട് എന്നെ വിളിക്കല്ലേ. അങ്ങനെ ഒരു അബദ്ധം എന്റെ ജീവിതത്തിൽ ഇനി ഞാൻ കാണിക്കില്ല. ശങ്കരൻ പോവും പറഞ്ഞാ പോവും. പക്ഷല്ല ഇനിയിപ്പം ബാലു വരുമ്പോ എന്നെ കുഴപ്പമില്ല, ഞാൻ അണ്ണ പോയെന്ന് പറഞ്ഞേക്കാം മാലുവിന്റെ അടുത്ത്. പക്ഷെ ഒരു കാര്യം, ഞാൻ പോയി കഴിഞ്ഞ ഇനി ഞാൻ പറഞ്ഞതിന്റെ പുറത്ത് ആരും നാളെ വരണ്ടാണ്. പിള്ളേരുടെ അവധി കഴിഞ്ഞ് ചേച്ചിക്കാണെങ്കിൽ ലീവില്ല, അളിയനാണെങ്കിൽ സൈറ്റിൽ വേറെ പണിയുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരാൻ സാധ്യത കുറവാണ്, ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഞാനും പോയി കഴിഞ്ഞാൽ കടയിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ഓരോരോ വെളിയിലോട്ട് ഇറങ്ങൂല. അപ്പൂപ്പൻ അവിടെ എത്തിക്കഴിയുമ്പോഴേ തങ്കമ്മൂമ്മ അടുത്തൊന്ന് വിളിക്കാൻ പറയണേ, കുറച്ച് കാര്യം പറയാനുണ്ട്. ഇനി അവിടെ ചെന്ന് വണ്ടി കാണാതിരിക്കില്ലല്ലേ? വണ്ടി കാണുമായിരിക്കും. വണ്ടി ഉണ്ടാവും. ആ, എപ്പോഴത്തേലും പ്രശ്നമില്ല. ഇത് നേരത്തെ പറഞ്ഞല്ലേ അണ്ണൻ? അല്ല, അതിന് ഒരിക്കൽ കൂടെ പറഞ്ഞൂടെ? കുഴപ്പമില്ല. അപ്പൂപ്പാ, ഇപ്പോഴേ ബസ്സിലും ട്രെയിനിലൊക്കെ ടിക്കറ്റ് എടുത്തേ തീരൂ. പണ്ടത്തെ പോലെ കള്ളവണ്ടിയൊന്നും കയറാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ വലിയ പിഴയും കൊടുക്കേണ്ടി വരും, ജയിലിലും പിടിച്ചു. അയ്യോ അണ്ണാ, വണ്ടിക്കൂലി ഇല്ലേ? ഇത്രയും ദേശത്തേക്ക് വണ്ടിക്കൂലി ഒന്നും വാങ്ങിക്കാൻ നിൽക്കൂല അല്ലേ അണ്ണ? സംഭവം കുറെ കുറ്റവും കുറവൊക്കെ ഉണ്ടെങ്കിലും ആള് ഭയങ്കര അഭിമാനിയാണ് അല്ലേ അണ്ണാ? അഭിമാനിയൊക്കെയാണ്. അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, തങ്കമ്മയും അപ്പൂപ്പനും കൂടെ വഴക്കുണ്ടാക്കിയിട്ടേ അപ്പൂപ്പൻ ഒരു 3 ദിവസം റൂമിന്റെ അകത്ത് ഭക്ഷണം ഒന്നും കഴിക്കാതെ ലോക്ക് ചെയ്ത് എവിടെ ഇരുന്നെന്ന്. അത് ഞാൻ പണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട്. 3ന്റെ അന്ന് തങ്കം ചേച്ചി ഡോറെല്ലാം ചവിട്ടി പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പോഴും ബോധം കെട്ട് കിടക്കണ ഇദ്ദേഹം. ഉടനെ തൂക്കിയെടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോയി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമുക്കിപ്പോ നല്ല ചെന്തെങ്ങിന്റെ കരിക്ക് കുടിക്കായിരുന്നു. പിന്നെ അപ്പൂപ്പൻ എന്തായാലും എവിടെ പോയാലും തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി ഉണ്ടാവും. കാരണം അപ്പൂപ്പൻ എപ്പോഴും പറയുമല്ലോ, എവിടെ പോയാലും തിരിച്ച് വീട്ടിൽ തന്നുള്ള കാശ് ശങ്കരൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന്. 1000 രൂപ കൊണ്ടുവന്നതാണ്. അത് തീർന്നിട്ട് തന്നെ 2 ദിവസമായി. കയ്യിലഞ്ച് പൈസ. നോ അണ്ണാ, ഈ പൈസ ഒന്നും ഇല്ലേ? തീർന്നു പോയാണ് എന്റെ പൈസയൊക്കെ. അണ്ണാ, അണ്ണനെ ഇപ്പൊ ഇവിടെ നിന്ന് പോയാൽ തന്നെ അണ്ണനെ ഞങ്ങൾ വിടുന്ന് തോന്നണ്ട അണ്ണാ? ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്, കൈ കാണിക്കോട്. അണ്ണനുണ്ടല്ലോ, ഞങ്ങള് എല്ലാവരും കൂടെ ഒരവധി കിട്ടിയ ഉറപ്പായിട്ടും നീലുവാണോ പറയണത്, ഞങ്ങൾ കുടുംബസമേതം അണ്ണന്റെ വീട്ടിലേക്ക് വരും. അയ്യയ്യയ്യേ, കരയണോ ശങ്കരണ്ണാ? അണ്ണനെ ഞാൻ കാണണതേ അണ്ണനായിട്ടല്ല, എന്റെ സ്വന്തം അച്ഛനെ പോലെ കാണണ. ആളിത്രേ ഉള്ളൂ. അതുകൊണ്ടല്ലേ എന്നെ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും ഞാൻ ഇയാളെ കൂടെ എപ്പോഴും കൂടെ കൊണ്ട് കിടക്കണത്. അതൊന്നുമല്ല മക്കളെ, ആര്യനാട്ടുള്ളവരൊക്കെ പറയണ എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളെ കാണാൻ വരുന്നത് നിങ്ങളെന്ന് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞപ്പോ എന്റെ ചങ്ക് തളർന്നു. നിങ്ങൾ ആരാണെന്ന് അറിയിക്കാൻ നിങ്ങൾ എന്റെ വീട്ടിൽ വരണം. എന്റെ വീട്ടിൽ
വന്ന് അവര് കാണണം. നിങ്ങൾ ആരാണ്, എന്താണ് ബന്ധം എന്നുള്ളത് അത് മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും വേണ്ട.